ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മെയിൻ്റനൻസൊക്കെ ആയിരുന്നു. മെയിൻ്റനൻസ് ഒരു 2:15 ആയപ്പോഴാണ് ഗൈസ് തീർന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് എന്തൊക്കെ വന്നു എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ മറ്റേ കോൺട്രാ ടിക്കറ്റ് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രീ സ്പിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് അങ്ങനെ നമ്മുടെ ബയൺ മ്യൂണിക്കിൻ്റെ ലൈസൻസ് ഇവിടെ തീർന്നിട്ടുണ്ട് ഗൈസ്. ഇനി റുമ്മിയുടെ ബാഗൊക്കെ വരുമോയെന്ന് അറിയില്ല. ബയൺ മ്യൂണിക്കിൻ്റെ ലൈസൻസ് എന്തായാലും തീർന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്ലബ്ബായിരുന്നു ഗൈസ് ബയൺ മ്യൂണിക്ക്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഗൈസ് ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവർ. അതിനു മുമ്പ് ഗൈസ് നമ്മുടെ ഒബ്ജക്റ്റീവിനകത്ത് നമുക്ക് നമ്മുടെ കോൺട്രാ ടിക്കറ്റ് എന്തായാലും കളിച്ചിട്ട് ഗൈസ്. നമ്മുടെ കോൺട്രാ ടിക്കറ്റ് എന്തായാലും ഇന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഫുൾ മാച്ച് കളിച്ച് സെറ്റാക്കിയവർക്ക് എന്തായാലും ഇന്ന് കോൺട്രാ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവണം. പിന്നെ ഒബ്ജക്റ്റിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും വന്നിട്ടില്ല ഗൈസ്. പിന്നെ നമ്മുടെ പാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഗൈസ്, പാക്കിന് എന്താ ഒരു പുതിയ പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ യൂറോപ്യൻ ക്ലബ് സീസൺസ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പാക്ക്. അതിനകത്ത് നമ്മുടെ കാവസ്കേലിയ ഉണ്ട്, ഹക്കീമി ഉണ്ട്, അതുപോലെ തന്നെ ഒലീസി ഉണ്ട് ഗൈസ്. നമ്മുടെ കാവസ്കേലിയ ബ്ലിസ്കാലറായിട്ടാണ് ഈ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീ സ്പിൻ എന്തായാലും കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദീക്കാണ്. പ്ലെയർ ഓഫ് ദീക്ക് നമ്മുടെ പച്ച സാധനം മാറ്റിയിട്ട് യെല്ലോ തീമിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള പ്ലേയേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. മുഷ്യാല ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പെഡ്രോ നെറ്റോ, പിന്നെ ഫാബിൻ റൂയിസ്, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സൊക്കെയാണ്. അപ്പോൾ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം പ്ലെയർ ഓഫ് ദീക്ക്. പിന്നെ വേറൊരു പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ലത്തോറോ മാർട്ടിനസൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് നമ്മുടെ പാക്കിനകത്ത് പറയാനുള്ളത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പാക്കിനകത്ത് വന്നിട്ടില്ല. മെയിനായിട്ട് നമുക്ക് ആ മറ്റേ കവാനിയുടെ പാക്കിനകത്ത് നിന്ന് ഒരു പ്ലെയറിൽ നിന്ന് എടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ മാച്ചിൽ നോക്കുകയാണെങ്കിൽ പുതിയൊരു സാധനം അവർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഡെയിലി ചലഞ്ച് എന്നാണ് ഗൈസ് ഈ മാച്ചിൻ്റെ പേര്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് റാൻഡം റിവാർഡാണ്. പക്ഷേ ഇതിനകത്ത് നിന്ന് ഏത് റാൻഡം റിവാർഡാണെന്ന് എനിക്കറിയില്ല. കോയിനാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. അതെങ്ങനെയാണ് നോക്കണേന്ന് നോക്കട്ടെ. എന്തായാലും നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഡേ 1, ഡേ 2, ഡേ 3 എന്നൊക്കെ പറഞ്ഞ് കുറേ ഇട്ടിട്ടുണ്ട്. ഓക്കെ, റാൻഡം റിവാർഡ്. ഓക്കെ ഗൈസ്, 50 ക്ലബ് കോയിൻ ഉണ്ട് ഗൈസ്. 50 ക്ലബ് കോയിൻ കൂടാതെ റാൻഡം ബൂസ്റ്റർ, പിന്നെ അഡ്വാൻസ്ഡ് സ്കില്ലായിട്ടൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു 50 ക്ലബ് കോയിൻ കിട്ടും ഗൈസ്. അതാണ് ഇവർ റാൻഡം റിവാർഡായിട്ട് കൊടുക്കുന്നത്. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ റാൻഡം റിവാർഡ് 50 ക്ലബ് കോയിൻ ഉണ്ട്. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദീക്കിൻ്റെ ഫ്രീ സ്പിൻ കിട്ടുന്നത് ഈ യൂറോപ്യൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയർ ഓഫ് ദീക്കിൻ്റെ ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും ഗൈസ്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ കോയിൻ്റെ ഇവൻറ്റ് ഇത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാൻഡം ബൂസ്റ്റർ കിട്ടുന്നതായിരിക്കും. ഈ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഈവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോയിൻ കിട്ടുന്നതായിരിക്കും ഗൈസ്. 50 ക്ലബ് കോയിൻ എന്തായാലും കിട്ടുന്നതായിരിക്കും. ഞാൻ എന്തായാലും കോയിൻ സേവ് ചെയ്യുകയാണ് ഗൈസ്. ഇനിയും കുറേ കിടിലൻ കാർഡ്സൊക്കെ അവർ കൊണ്ടുവരാനുണ്ട്. 2026 ആയിരിക്കും മിക്കവാറും പെലയുടെ കാർഡൊക്കെ വരുമെന്ന് കുറേ പേർ പറയുന്നുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കിടിലായിരിക്കും. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം. എനിക്കതിന് വലിയ ടാർഗറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് പ്ലെയർ ഓഫ് ദീക്കിൽ. അപ്പോൾ എനിക്ക് 1000 കോയിൻ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ കോയിൻ കൂട്ടുന്നവരുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ സ്പിൻ എടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ഏതെടുക്കാം ഗൈസ്. ഓക്കെ, ഈ പാക്കിനകത്ത് നിന്ന് എന്തായാലും ഫ്രീ സ്പിൻ എടുക്കാം. കിട്ടില്ല പിന്നെ നമുക്ക് എന്തായാലും എടുക്കാം ഗൈസ്. നോക്കി നോക്കാം എന്തായാലും ആരെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ആരാണ് ഗൈസ്? ബേസ് കാർഡ് തന്നെയാണ്. അപ്പോൾ ഫ്രീ സ്പിന്നിൽ നിന്ന് ഷോർട്ട് ടൈമോ ബിഗ് ടൈം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഫ്രീ സ്പിൻ എടുക്കണം. നമ്മുടെ മെയിനായിട്ടുള്ള പ്ലെയർ ഓഫ് ദി വീക്കാണ് ഗൈസ്. പ്ലെയർ ഓഫ് ദി വീക്കിൽ നിന്ന് എൻ്റെ ടാർഗറ്റ് ഒരാൾ മുഷ്യാലയാണ് ഗൈസ്. ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്, കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടാർഗറ്റ് മുഷ്യാല. രണ്ടാമത്തെ ടാർഗറ്റ് എന്തായാലും ഞാൻ പെഡ്രോ നെറ്റോനാണ് ഗൈസ് വയ്ക്കുന്നത്. കിടിലം കളാണെന്ന് തോന്നുന്നു. ഹോൾ പ്ലെയർ ആണ്, കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഉണ്ട്. അപ്പോൾ ഗൈസ് ഇവർ രണ്ടുപേരാണ് എൻ്റെ ടാർഗറ്റ്. പിന്നെ ഇതാരാണ് ഗൈസ്? ഫാബിൻ റൂയിസ് അല്ലേ? ഫാബിൻ റൂയിസിന് എനിക്ക് വേണമെന്നില്ല, കാരണം CMF ഒക്കെ അത്യാവശ്യം ഉണ്ട് ഗൈസ്. ഫാബിൻ റൂയിസിന് വേണമെന്നില്ല, ബോക്സ് ടു ബോക്സ് ആണ്. കിട്ടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ മെയിൻ ടാർഗറ്റ് മുഷ്യാല അല്ലെങ്കിൽ പെഡ്രോ നെറ്റ് ആണ്. അപ്പോൾ അവരാരെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കി നോക്കാം എന്തായാലും. ഹെർ വി ഗോ. ഇപ്പോൾ ഞാൻ എന്തായാലും സ്പിൻ എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് പ്ലെയർ ഓഫ് ദീക്കിന് കിട്ടിയതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും സ്പിൻ എടുത്തിട്ടുണ്ട്. ഹെർ വി ഗോ. ആരാ നോക്കാം ഗൈസ്, ആരാ നോക്കാം. ഓക്കെ, കളറും കമ്പിത്തിരിയൊന്നും ഇല്ല ഗൈസ്. നോക്കാം എന്തായാലും ആരാണ് കൊനാമി. ഓക്കെ, ലീഗ് 1 ആണ്, നമ്പർ 24. ഇത് ആരാണ് ഗൈസ്? ആരാണ്?
എനിക്ക് തോന്നുന്നു സെൻറ്റർ ഫോർവേഡാണ്. അതെ ഗൈസ്, സെൻറ്റർ ഫോർവേഡാണ്. എനിക്ക് വേണ്ടാത്ത പ്ലെയറാണ് കൊനാമി. എന്തിനാണ് ഗൈസ്? കൊനാമി കുറേ ദിവസമായിട്ട് ഇപ്പോൾ എനിക്ക് തേപ്പ് മാത്രമാണ് ഗൈസ് തരുന്നുള്ളൂ. ഞാൻ വിചാരിക്കുന്ന പ്ലെയറൊന്നും അല്ല എനിക്ക് കിട്ടുന്നത്. കൊനാമി എന്താണെന്നറിയില്ല, ഈ പ്രാവശ്യമായിട്ട് തേപ്പാണ്. 2-3 പ്രാവശ്യമായി. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് PSG പ്ലെയറെ തന്നെ കിട്ടിയിട്ടുണ്ട്, സെൻറ്റർ ഫോർവേഡാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും നമ്മുടെ നോമിനേറ്റിംഗ് കാർഡ് വെച്ചിട്ട് ഞാൻ എന്തായാലും ഒരു ഷോർട്ട് ടൈമിന് എന്തായാലും എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങളാരാണ് എടുത്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കല്ല ഗൈസ്, ഞാൻ എന്തായാലും ഈ സെൻറ്റർ ബാക്കിന് എടുക്കുകയാണ്. ബെറാൾഡോ ചങ്ങായിനെ ഞാൻ എന്തായാലും എടുക്കുകയാണ് ഗൈസ്. ഞാൻ ആദ്യമേ ഈ പാക്ക് വന്നപ്പോൾ തന്നെ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. ബിൽഡപ്പ് കാർഡാണ് ഗൈസ്, കാരണം സെൻറ്റർ ഫോർവേഡ് എന്തെങ്കിലും കുറേ ഉണ്ട്. കവാനിനെ എടുത്ത ഒരു ഗുണമില്ലാതെയായി പോകും. കാരണം ഞാൻ കളിപ്പിക്കില്ല ഗൈസ്, കാരണം കുറേ സെൻറ്റർ ഫോർവേഡ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സെൻറ്റർ ബാക്കിന് എടുത്തത്. അപ്പോൾ നിങ്ങൾ ആരാണ് എടുത്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ കളിപ്പിച്ചൊക്കെ നോക്കണം. അപ്പോൾ ഗൈസ്, ഇത്രയുള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്, ബൈ.